Hello children, welcome to Kids Area Online. 4ാം ക്ലാസ്സിലെ എക്സാം മലയാളം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ഒക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. പാരൻസും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണാം അല്ലേ? അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. നെക്സ്റ്റ് ടൈമിൻ്റെ ട്യൂഷൻ ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, മലയാളം എക്സാം 2023 ആൻഡ് 2024. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവിയലിനെ കുറിച്ചുള്ളതായിരുന്നു. വായിക്കാം, എഴുതാം. അവിയലിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു അല്ലേ? അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് പഠിച്ചില്ലേ? പഠിച്ചു. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? എന്താണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്? എരിശ്ശേരി ആയിരുന്നു അല്ലേ? എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്തായിട്ട് മാറിയത്? അവിയലായിട്ട് മാറി. ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചല്ലോ. എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു ഇവിടെ നൽകിയിട്ടുള്ള കഥ. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസർ നൽകാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എരിശ്ശേരി ആയിരുന്നു. ശരിയായിരുന്നോ? ശരിയാണോ? യെസ്. വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഏത് പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ശ്രദ്ധിച്ചായിരുന്നോ? ഏത് പദമായിരുന്നു? ഓക്കെ, ആൻസർ എന്താണെന്ന് പറയട്ടെ. അത്യന്തം. എന്തായിരുന്നു? അത്യന്തം എന്ന പദമായിരുന്നു. അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഉപയോഗിച്ച പദം ഏതാ? അത്യന്തം. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി. ആവശ്യക്കാർ പുതിയ വിഭവം ഉണ്ടാക്കിയില്ലേ? അതിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി. അവിയലാണല്ലേ? ആ തിരക്ക് കൂട്ടി, ആവശ്യക്കാർ തിരക്ക് കൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏതായിരുന്നു? പിടിവലിയായി. എന്താണ്? പിടിവലിയായി. ഓക്കെ, അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? അത് ഇവിടെ നൽകിയിട്ടുണ്ട്. അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നൽകിയിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും പാത്രത്തിലിട്ട ശേഷം മിക്സ് ചെയ്തു അല്ലേ? എന്തൊക്കെയിട്ടാണ് മിക്സ് ചെയ്തതെന്ന് നമ്മൾ ഈ സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ അത് കണ്ട് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. എഴുതിയല്ലോ? ഓക്കെ. അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താ? പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാലാണ് അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം. ബി ആയിരുന്നു ആൻസർ. ബി തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ബി തന്നെയാണോ എടുത്തെഴുതിയത്? യെസ്. ഓക്കെ. പോസ്റ്റർ തയ്യാറാക്കാം. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ അത് നമ്മൾ പഠിച്ചതാണ്. പോസ്റ്റർ എഴുതാനും ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഴുതിയില്ലേ? പോസ്റ്റർ തയ്യാറാക്കിയില്ലേ? യെസ്. രണ്ടാമത്തെ പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. മൂന്നാമത്തെ പ്രവർത്തനം ആത്മകഥയായിരുന്നു. ആത്മകഥ തൂമ്പയെക്കുറിച്ചുള്ളതാണ് കേട്ടോ. തൂമ്പയുടെ ആത്മകഥയായിരുന്നു. എഴുതിയായിരുന്നോ? തൂമ്പ എന്തൊക്കെയാണ് അനുഭവിച്ചത്, തൂമ്പ അനുഭവിച്ച കാര്യങ്ങൾ അതൊക്കെ എഴുതണമായിരുന്നു. എഴുതിയല്ലോ? തൂമ്പയുടെ ജീവിതം, തൂമ്പ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അത് ആരുപയോഗിക്കുന്നു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നു, അതെല്ലാം എഴുതിയില്ലേ? ആത്മകഥ എഴുതിയില്ലേ? യെസ്. നാലാമത്തെ പ്രവർത്തനം വിളംബരം തയ്യാറാക്കുകയായിരുന്നു. എന്തിനെക്കുറിച്ചാണ്? GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കൂ. തയ്യാറാക്കിയോ? യെസ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരികൾ കൂട്ടിച്ചേർക്കാമെന്നുള്ളതായിരുന്നു. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. ഇതുപോലെ
വീണ്ടും വരികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് വീണ്ടും വരികൾ എഴുതണം. എന്നിട്ട് കവിതയ്ക്ക് തലക്കെട്ട് നൽകണമായിരുന്നു. ഇതായിരുന്നു 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യവും ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ഇവിടെ ഒരു കഥ നൽകിയിട്ടുണ്ട്. ആ കഥയെക്കുറിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞു മീനിനെ കിട്ടിയത്. തോർത്ത് മുണ്ടുകൊണ്ട് കോരിയെടുത്തതാണ്. കൂടെയുണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ചന്തമുള്ള മീൻ. അങ്ങനെ ഒരു കഥ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തുവല്ലോ. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എഴുതിയല്ലോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ. അപ്പോൾ എക്സാമിനല്ല, ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തേർഡ് ടേമിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.